24 മണിക്കൂറും ഓൺലൈനിൽ കഴിയുന്ന ഒരാൾ എനിക്ക് ഇനി വേണ്ട. സ്മൃതി പ്ലീസ്. കട്ടായ സ്മൃതിയുടെ ഫോണിലേക്ക് ആവർത്തിച്ച് വിളിച്ചെങ്കിലും അവൾ കാൾ അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫായെന്ന് കേട്ടപ്പോൾ ഭ്രാന്തി പിടിക്കും പോലെ തോന്നി എനിക്ക്. പിറ്റേന്ന് കോളേജ് വരാന്തയിൽ അവളെ കാത്തിരിക്കുമ്പോഴും തലേന്നത്തെ ചെറിയൊരു പിണക്കം മാത്രമായാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അകലെ നിന്നും എന്നെ കണ്ടയുടൻ മുഖം തിരിച്ച് നടന്നോ നീങ്ങുന്ന അവളുടെ മുൻപിൽ ക്ഷമാപണത്തോടെ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. ആ മിഴികളിലേക്ക് നിസ്സഹായതയോടെ നോക്കി ഞാൻ വിളിച്ചു, സ്മൃതി, നിനക്കെന്താ പറ്റിയേ? കാർത്തി, കഴിഞ്ഞതൊക്കെ ഒരു ദിവാസ്വപ്നം പോലെ നമുക്ക് മറക്കാം. എനിക്ക് ഇതിൽ താല്പര്യമില്ല. ശല്യം ചെയ്യരുത് പ്ലീസ്. മുഖത്തടിയേറ്റവനെ പോലെ അവൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഭൂമി പിളർന്ന് ഇല്ലാതായെങ്കിലെന്ന് എനിക്ക് തോന്നി. 6 മാസം കൊണ്ട് ഹൃദയത്തിൽ കൊരുത്തു വെച്ചവൾ, ഞാനില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞവൾ, അവൾക്ക് ഞാനിപ്പോൾ ശല്യമാണത്രേ. ഒരായുസ് മുഴുവൻ നമുക്കൊന്നിച്ച് പ്രണയിക്കാം കാർത്തിയെന്നും പറഞ്ഞവൾ ഒരു നിമിഷം കൊണ്ട് പരിചയബന്ധം പോലുമില്ലാത്ത നടന്നു നീങ്ങുന്നത് വേദനയോടെ ഞാൻ നോക്കി നിന്നു. നിശയിൽ നിദ്രാദേവി എന്നിൽ നിന്നും അകന്നകന്ന് നിന്നപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവൾക്ക് മെസ്സേജ് ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയയെക്കാളും അടക്കം അവൾ എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന സത്യം എനിക്ക് മനസ്സിലായത്. ദിനങ്ങൾ ഓരോന്ന് കഴിയുന്തോറും അവൾ തിരികെ വരുമെന്ന എൻ്റെ പ്രതീക്ഷ വെറും മോഹമായി തന്നെ അവസാനിച്ചു കൊണ്ടിരുന്നു. നിശയിലെപ്പോയോ നിൻ്റെ അരികിൽ ഞാനുണ്ടല്ലോ കാർത്തി എന്നവൾ പറഞ്ഞപ്പോൾ അത് കിനാവണമെന്നറിഞ്ഞ നിമിഷം അവളില്ലാത്ത നിമിഷത്തിലും ഭേദം തൻ്റെ മരണമാണെന്ന് തോന്നിപ്പോയി എനിക്ക്. ഒരു ഗ്ലാസ്സിൽ 2 സ്ട്രോ ഇട്ട് വാനില ഷേക്കും കുടിച്ച് റെസ്റ്റോറൻറ്റിൽ ബൈക്കിൽ ഇഴുകിച്ചേർന്ന് യാത്ര ചെയ്ത മീനച്ചാറലിൻ്റെ തീരം, തിയേറ്ററിൽ കൈകോർത്ത് കണ്ട സിനിമ, ഓർമ്മകൾ എന്നെ ഭ്രാന്തി പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് റോസ്മറിയ ബാറിലെ അരണ്ട വെളിച്ചത്തിൽ ചുവന്ന ലിക്കറിനെയും പുകച്ചുരുളുകൾ ഉയർത്തിവിടുന്ന സിഗരറ്റിലും ഞാൻ അഭയം പ്രാപിച്ചത്. സ്മൃതിയുടെ ഓർമ്മകളുടെ പടുകുഴിയിലേക്ക് എന്നെ തള്ളിവിടാനായിരുന്നു ആ ലഹരികൾക്ക് തിടുക്കം. അവസാനമായി ഒരു വട്ടം അവളുടെ മുന്നിൽ ചെന്ന് നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഒന്ന് പോയി തരുമോ എന്നാണ് അവൾ കൈക്കൂപ്പി പ്രതികരിച്ചത്. ആ നിമിഷം അലഞ്ഞു തിരിയുന്ന തെരുവ് നായയ്ക്ക് പോലും എന്നേക്കാൾ അഭിമാനമുണ്ടെന്ന് തോന്നിപ്പോയി. അറുത്തു കൊല്ലണം, കഴുത്തറുത്തു, നിന്റെ വേദന അറിയാത്തവളെ നിനക്ക് വേണ്ട. ദുസ്വപ്നം കണ്ടു ചാടി എഴുന്നേൽക്കുമ്പോൾ ഫുൾ വേഗത്തിൽ കറങ്ങുന്ന ഫാനിൻ്റെ ചുവട്ടിലായിട്ടും ദേഹമാസകലം വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. കൊല്ലാനോ എൻ്റെ പ്രാണനായുള്ളവളെ? എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതിനെന്താണ് തെറ്റ്? മനസാക്ഷി തിരിച്ചു ചോദിച്ചു. പ്രണയിച്ചു ചതിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ. വീണ്ടും മനസാക്ഷി ആവർത്തിച്ചു. അതെ, അതാണ് ശരി, കൊല്ലണം. എങ്ങനെ കൊല്ലും? ഹാക്സോ ബ്ലേഡിൻ കഴുത്തറുത്ത് ചോര വാർന്നവൾ നിൻ്റെ കൺമുന്നിൽ കിടന്നു പിടഞ്ഞു മരിക്കണം. അപ്പോൾ നീ അവളോട് ചോദിക്കണം, എൻ്റെയല്ലേ? എൻ്റെയായിരുന്നില്ലേ? ഞാൻ നോക്കുമായിരുന്നില്ലേ പൊന്നുപോലെ? ഇല്ലേന്ന് 1000 വട്ടം ചോദിക്കണം. അപ്പോഴാണ് ടേബിളിലിരുന്ന ആക്സോ ബ്ലേഡിൽ എൻ്റെ നോട്ടം ചെന്നെത്തിയത്. ഉടനെ അതെടുത്ത് ബാഗിനുള്ളിലാക്കി ഭ്രാന്തനെ പോലെ ഞാൻ ഡോർ വലിച്ചു തുറന്നെങ്കിലും ഡോർ പുറത്തുനിന്നാരോ പൂട്ടിയിരുന്നു. അമ്മേ, വാതിൽ തുറക്ക്, ഞാൻ അലറി ആവർത്തിച്ചു. ഡോറിൽ കൊട്ടിയും തുറക്കാതെ വന്നപ്പോൾ ഞാൻ വാതിൽ വലതുകാലുയർത്തി ആഞ്ഞു ചവിട്ടി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു. നിനക്ക് പോണോ? പുറത്തേക്ക് പോണോ? പാതി കലങ്ങിയ കണ്ണുകളുടെ അമ്മ എന്നെ നോക്കി. സ്മൃതിയെ കൊല്ലാൻ വെച്ച കച്ച കെട്ടിയിറങ്ങിയ ഞാൻ അമ്മയുടെ കണ്ണുകൾക്ക് മുഖം കൊടുക്കാതെ ബാഗുമായി മുന്നോട്ടാഞ്ഞു. പൊടുന്നൻ എൻ്റെ കയ്യിലെ ബാഗും വലിച്ച് താഴെയിട്ടും കൊണ്ട് അതിൽ നിന്നും ആക്സോ ബ്ലേഡ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അമ്മ പറഞ്ഞു, ആദ്യം നിൻ്റെ അമ്മയെ അറുക്കും, എന്നിട്ടാവാം സ്മൃതിയെ. ഒരു നിമിഷം സ്തബ്ധയായി നിന്നുപോയി ഞാൻ. അമ്മ ഇതെങ്ങനെ അറിയാതെ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്താണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ? ഇന്നലെ രാത്രിയിൽ സ്മൃതിയെ കൊല്ലണമെന്നും പറഞ്ഞ് ഈ മുറിയിൽ കിടന്ന് നിലവിളിച്ചത് എൻ്റെ മോന് ഓർമ്മയുണ്ടോ? സ്മൃതിയുമായി പിണങ്ങിയ ദിനം മദ്യപിച്ച് ലക്കുകെട്ട് വന്ന ഛർദ്ദിച്ച് കിടന്ന് നിന്നെ കുളിപ്പിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തിയതും പിറ്റേന്ന് അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് എനിക്ക് താക്കീത് ചെയ്യുന്ന നിൻ്റെ അച്ഛനെ നീ അറിഞ്ഞോ? തുടർച്ചയായി 3-ാം ദിനവും നീ മദ്യപിച്ചെത്തിയപ്പോൾ ഇന്ന് വരെ നിന്നെ തല്ലി വേദനിപ്പിക്കാത്ത ആ മനുഷ്യൻ ചൂരലൊങ്ങിയപ്പോൾ ആ കൈക്ക് കയറി പിടിച്ചു. നീ പറഞ്ഞു, പ്രണയം തകർന്നാൽ മദ്യപിക്കും. അതറിയണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയം എന്താണെന്ന് അനുഭവിക്കണമെന്നും
പ്രണയമാണത്ര പ്രണയം. ചാരുകസേരയിൽ മൗനമായിരിക്കുന്ന അച്ഛന് നേരെ വിരൽ ചൂണ്ടി നിന്റെ ചെയ്തികളെ കണ്ണടച്ചു വിങ്ങുന്ന മനസ്സുമായിരിക്കുന്ന ആ മനുഷ്യരോട് ചോദിച്ചു പഠിക്കണം പ്രണയം എന്താണെന്നും. നീ ആദ്യം കണ്ണൂരുള്ള എന്നെ കോട്ടയത്തേക്കും അങ്ങേര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കത്തിയും വാളും കയ്യിലെന്തോ മദ്യവും മഴക്കുമരുന്നും കുത്തിക്കയറ്റിയിട്ടുമല്ല. 3 ആങ്ങളമാരുടെയും അച്ഛൻ്റെയും മുന്നിൽ വന്ന് നിന്ന് പയറും മനസ്സും പട്ടിണിക്കിടല്ല നിങ്ങളുടെ കൊച്ചിനെ ഒരു കാലത്തും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. നിന്റെ അച്ഛമ്മയെയും എന്നെയും ഒറ്റമുറി വീട്ടിൽ നിർത്തി അങ്ങേരി വിദേശത്ത് പോയി പച്ചവെള്ളത്തിൽ കുബ്ബൂസ് മുക്കി വിശപ്പടക്കുമ്പോഴും നിറവയറുള്ള എൻ്റെ കാതിൽ പറയുമായിരുന്നു, നമ്മുടെ ഉണ്ണി ജനിച്ചു വീഴുമ്പോൾ തൊട്ട് അവനെ ഒരല്ലലും അറിയിക്കാതെ വളർത്തണമെന്ന്. കൊളുത്തു പൊട്ടിപ്പോയ യൂണിഫോം പാൻസും തെരുത്ത് വെച്ച് ചാക്കുനൂല് കെട്ടിയിട്ടുമായുള്ള ഒരു ബാല്യം അവനുണ്ടായിരുന്നതെന്നും കുട വാങ്ങാൻ കാശില്ലാത്ത വാഴയില വെട്ടി സ്കൂളിൽ ചെല്ലേണ്ട ഗതികേട് അവന് വരരുതെന്നും അമ്പലപ്പറമ്പിൽ 2 രൂപ കൊടുത്താൽ കിട്ടുന്ന ബലൂണും മറ്റും കുട്ടികൾ തട്ടിക്കളിക്കുന്നത് കണ്ടുനിന്ന് മാറി നിന്ന് കൊതിവിടരുതെന്നും കൊട്ടകയിലെ സിനിമ കാണാൻ കാശില്ലാതെ വഴിയോരത്തെ പോസ്റ്ററുകൾ കണ്ട് സങ്കടം വരരുതെന്നും നിനക്ക് വിളമ്പി വച്ച ഭക്ഷണമെടുത്ത് നീ വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് തെറിച്ച കുപ്പിപ്ലേറ്റിൻ്റെ കഷ്ണം കൊണ്ട് നിൻ്റെ പെങ്ങളുടെ നെറ്റിമുറിഞ്ഞപ്പോഴും അവൾ പറഞ്ഞു, സാരല്ലമ്മേ, എൻ്റെ ഏട്ടന് അവൾ പോയതിൽ നെഞ്ചു കലങ്ങുന്ന വിഷമമുണ്ടല്ലേ. അല്ലേൽ ഈ അമ്മൂട്ടിയുടെ കവിളിലൊരു പൊന്നുമ തരാതെ ഉറങ്ങാൻ പോവാറില്ല എൻ്റെ ഏട്ടനെന്നും. അമ്മയുടെ വാക്കുകൾ കേട്ട് എൻ്റെ നെഞ്ച് പൊള്ളി അടരുമ്പോൾ കയ്യിലെ ആക്സോബ്ലേഡ് ഊർന്ന് താഴേക്ക് വീണത് കണ്ട് അരികിൽ മാറി നിന്ന അമ്മൂട്ടി ഓടി വന്നെൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. ഏട്ടൻ എന്തിനാ എന്നോട് പിണങ്ങിയേ? എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിറഞ്ഞു തൂകിയ മിഴികൾ തുടച്ചും കൊണ്ട് അമ്മ തുടർന്നു. പാതിരായ്ക്ക് പ്രസവവേദന വന്ന എന്നെ ഈ അച്ചമ്മയുടെ ഒറ്റ ധൈര്യത്തിൽ മാസം തികയുമ്പോൾ നീ പെറ്റി വീഴുമ്പോൾ കുറേ സമയത്തേക്ക് നിനക്കൊരനക്കവും ഉണ്ടായിരുന്നില്ല. വിദേശത്ത് നിൻ്റെ അച്ഛൻ്റെയും എൻ്റെയും ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നീ കരഞ്ഞു തുടങ്ങിയത്. 20 വർഷം നിന്നെ പൊന്നുപോലെ നോക്കിയ ഞങ്ങളെക്കാൾ വലുത് 6 മാസം സ്നേഹിച്ച പെണ്ണിൻ്റെ കൊല്ലും കൊലയുമാണ് ഉണ്ണി. വാക്കുകൾ മുഴുമിപ്പിക്കാൻ നിൽക്കാതെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് 1000 വട്ടം മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ തോളിൽ തല ചായ്ക്കുമ്പോൾ മാപ്പ് എന്ന 2 അക്ഷരം പിന്നെയും പിന്നെയും എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചും കൊണ്ടിരുന്നു. മാപ്പ് പറയേണ്ടത് എന്നോടല്ല ആ മനുഷ്യനോടാണെന്നും അമ്മ പറഞ്ഞു തീരുമ്പോൾ അച്ഛൻ്റെ അരിയിലേക്ക് ഞാൻ ഓടിച്ചെന്നു. ഒരു കാറ്റിലും കുലുങ്ങാത്ത ആ മനുഷ്യൻ കസേരയിൽ നിന്നേറ്റ് എന്നെ ചേർത്ത് പിടിച്ചു. അഴുക്കെടുക്ക നമ്മ പുള്ളത്താനേ എന്ന പതിവ് വാക്യം എൻ്റെ കാതിൽ ആ സമയം മുഴങ്ങിക്കേട്ടു. കുടുംബമാണ്, അത് എത്ര പൊട്ടിയാലും പറഞ്ഞാലും ചേർന്ന് നിൽക്കണം. ഇതുപോലെ ഉമ്മറ വരാന്തയിലിരുന്ന് അച്ചമ്മ എന്നോട് നോക്കി പുഞ്ചിരിച്ചു. അന്ന് ത്രിസന്ധിയിൽ കത്തിച്ചു വെച്ച നിലവിളിക്കിന് മുൻപിലും അച്ചമ്മയുടെ അരികിലിരുന്ന് രാമായണം ചൊല്ലുമ്പോൾ എൻ്റെ തോളുരുമ്മിയിരുന്നത് അമ്മൂട്ടിക്കൊപ്പം ഞാൻ യഥാർത്ഥ പ്രണയം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. കുടുംബം എന്ന അനന്തമായ പ്രണയത്തിനും വലുതല്ല മറ്റൊരു പ്രണയവുമെന്ന്.